വേദാന്തത്തിൻ്റെ മുഴുവൻ വേദശാസ്ത്രങ്ങളെല്ലാം പഠിച്ച് അവസാനം വേദാന്തം പഠിക്കണം. വേദാന്തത്തിലൂടെയാണ് വേദങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഉപനിഷത്തുകളും പുരാണങ്ങളും എല്ലാം. ആ വേദാന്തത്തിൻ്റെ പരമോന്നത ലക്ഷ്യം ഭഗവാൻ കൃഷ്ണൻ. ആ വേദാന്തത്തെക്കുറിച്ചാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. ആ വേദങ്ങളുടെ എല്ലാം പഠിത്തത്തിൻ്റെ അന്തിമഘട്ടം എന്താണ്? ഇതിൽ ഭഗവാൻ ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നു, വേദേഷു സർവേർ അഹമേവ വിദ്യോ. വേദങ്ങളിലൂടെ എല്ലാം അറിയേണ്ട വിഷയം ഭഗവാൻ. നമ്മൾ ഏതൊരു സബ്ജക്റ്റ് എടുത്താലും ആ സബ്ജക്റ്റിന് ഒരു ഒബ്ജക്റ്റാണ്. അതായത് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറാണ് ആ വിഷയം, മെയിനായിട്ടുള്ള വിഷയം. കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള സയൻസ്. ഇനി നമ്മൾ മെഡിസിനിൽ പഠിക്കുമ്പോൾ ഡോക്ടറാകണോ അതൊക്കെ പഠിക്കുമ്പോൾ മെയിൻലി ഹ്യൂമൻ ബോഡി. അന്നേരം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ മെഷീൻസിൻ്റെയൊക്കെ ആ മെക്കാനിസം, ഇലക്ട്രിക്കൽ, ഇങ്ങനെ ഓരോരോ ബ്രാഞ്ചസ് ഉണ്ടല്ലോ. എന്നാൽ അതേപോലെ ഇതെല്ലാം പല പല വിഷയങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും എല്ലാവരും അറിയേണ്ടത് ഭഗവാനെയാണ്. ദ സയൻസ് ഓഫ് കൃഷ്ണ, ഭഗവാനെ കുറിച്ചുള്ള അറിവ്. അതറിഞ്ഞാൽ എല്ലാം അറിഞ്ഞു, അതറിഞ്ഞില്ലെങ്കിൽ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നാണ്.